ഇനി ഏത് യാമാല് വന്നാലും ഒരു പ്രശ്നമില്ല, നമ്മളത് തൂക്കിയിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഫാൻ പാർക്കുകളിൽ ഒന്നായ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വലിയ ആവേശമാണ് ഇവിടെ. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ആ മത്സരം കാണാനായിക്കൊണ്ട് നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈഗിൾസ് ഫുട്ബോൾ FC ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവേശം കാണാനാകുന്നു. നിരവധി പേരാണ് ഈ മത്സരം കാണാനായി എത്തിയിരിക്കുന്നത്. അർജന്റീന കിരീടം ഉയർത്തും എന്നാണ് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ സ്പെയിനും മറ്റ് ടീമുകളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് സ്പെയിൻ കിരീടം ഉയർത്തുന്നതാണ്. എന്തായാലും ആരാധകർക്കൊപ്പം ചേരുകയാണ്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ. ഇന്ന് എന്തായാലും നമ്മുടെ മെസ്സി ഒരു ഗോൾ ഇടും. ഇന്ന് നമ്മൾ കപ്പ് തൂക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിലൊന്നുമില്ല, അതിലൊരു മറുപടിയില്ല. ഇന്ന് എന്തായാലും നമ്മൾ കപ്പ് തൂക്കിയിരിക്കും, അതിലൊരു മാറ്റമില്ല. ഇനി ഏത് യാമാല് വന്നാലും ഒരു പ്രശ്നമില്ല, നമ്മളത് തൂക്കിയിരിക്കും. ഇപ്പോ 4ാം കിരീടം ചൂടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അല്ലേ? തമിഴ്നാട്ടിൽ എന്ത് വന്നിരിക്ക. Actually, this is my first time. I'm too excited to see. The Kerala's are so hyped about it. I'm so happy to see. It's my first time and I'm enjoying it. Yeah, thank you. Which is your favorite team? It's Argentina. Of course it is. Vamos Messi! മെസ്സിയുടെ കട്ടൗട്ടുമായി ആരാധകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും വളരെയേറെ അതുമുള്ള ഒരു കാഴ്ചയായി മാറുകയാണ്. നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ആളുകളുടെ ആവേശം നമുക്ക് കാണാനാകുന്നുണ്ട്. ആരാധകർക്ക് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും സ്പെയിനിൻ്റെ ആരാധകർ കൂടി ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ സ്പെയിനിൻ്റെ ഒരു സാധ്യത എത്രമാത്രമാണ്? 100%. യാമിൽ ഗോൾ അടിക്കും. യാമിൽ ഗോൾ അടിച്ചില്ലെങ്കിൽ റോഡറി നല്ലോണം കളിക്കണമെന്നാണ് ആഗ്രഹം. റോഡറി കളിച്ചാലേ അർജന്റീന ഒന്ന് കൂട്ടാൻ പറ്റും. മെസ്സിയെ തളക്കാന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതെ മെയിൻലി അതാണ്. മെസ്സിക്ക് ഒരു 80-ാം മിനിറ്റിന് ശേഷം ഒരു വല്ലാത്തൊരു ശക്തി വരുന്നുണ്ട്. അപ്പൊ അത് തളക്കണമെങ്കിൽ റോഡറി വിചാരിച്ചാലും നടക്കും. പ്രധാനമായും പ്രതിരോധം ഊന്നുക എന്നുള്ളത് തന്നെയാണ്. അതെ നമുക്ക് നോക്കാം, അത്രേ പറയുന്നു. എന്തായാലും വലിയ ആവേശമാണ്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മത്സരം തുടങ്ങാനുള്ളത്. വലിയ ആവേശത്തോടുകൂടി തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ലയണൽ മെസ്സി 4ാം കിരീടം ഉയർത്തുമോ, അതല്ല ഇത്തവണ സ്പെയിനിൻ്റെതാവുമോ 2ാം കിരീടം എന്നുള്ള സ്വപ്നമായെത്തുന്ന സ്പെയിൻ കിരീടം ഉയർത്തുമോ എന്നൊക്കെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടുകൂടെ ആ മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.